കൊടിയൻ മാഷിൻ്റെ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ? ഭയങ്കര രസമുള്ള പേരുമാണ്, രസമുള്ള ആത്മകഥയുമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അരങ്ങ് കാണാത്ത നടന്മാർ എന്നാണ്. ആരെക്കുറിച്ചാണെന്നറിയോ? സുഹൃത്തുക്കളെ കുറിച്ചാണ്. നമ്മൾ അരങ്ങിൽ കാണുന്നത് നടന്മാരെയാണ്. പക്ഷേ അങ്ങനെ അരങ്ങിൽ കാണുന്ന മനുഷ്യന്മാരുടെ പിന്നിൽ അരങ്ങിൽ കാണാത്ത എത്രയോ മനുഷ്യന്മാരുണ്ടാവും. അവരെ അവിടേക്ക് എത്തിച്ച എത്രയോ സുഹൃത്തുക്കളോ ഗുരുനാഥന്മാരോ പരിശീലകരോ ഒക്കെയായി അരങ്ങ് കാണാത്ത കുറേ മനുഷ്യന്മാരുണ്ടാവും. ആ അരങ്ങ് കാണാത്ത സുഹൃത്തുക്കളെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിയ. കേരളത്തിലെ ജനങ്ങളെ ആത്മവിശ്വാസത്തിലേക്ക് നയിച്ച വാക്കുകളുടെ ഉടമയാണ് ശ്രീ PM എ ഗഫൂർ. സ്പീക്കർ, കൗൺസിലർ, ഓതർ, സ്റ്റോറി ടെല്ലർ എന്ന നിലകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തെ നമുക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് ഐഡിയൽ FM-ലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഐഡിയൽ FM-ലേക്ക് സ്വാഗതം. താങ്ക് യു നിയ. ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലേക്ക് സാർ എങ്ങനെയാണ് എത്തിച്ചേർന്നത് അല്ലേ? നമുക്ക് ഇങ്ങനെ ആയുസ് തരുമ്പോഴേ ഈശ്വരന് ഒരു ഉദ്ദേശമുണ്ട്. ഈശ്വരൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടി കൊണ്ട് ഈശ്വരനൊരു ഉദ്ദേശമുണ്ട്. അതെല്ലാ മനുഷ്യൻ്റെ കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ I എന്ന് എഴുതുമ്പോൾ ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും അല്ലേ? ഒരു വരയും മുകളിലൊരു കുത്തും. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതം ഇല്ലല്ലോ. എന്നാൽ അതിങ്ങനെ തിരിച്ചിട്ടാലോ എക്സ്ക്ലമേഷനായി, അത്ഭുതം. ഒരു വരയും താഴെ ഒരു കുത്തും. അപ്പോൾ I മീൻസ് ഇൻഡിവിജ്വൽ. ഓരോ Iയുടെ ഉള്ളിലും ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് അല്ലേ? ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും മറിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്. അതവരെ കണ്ട് എത്താൻ സഹായിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യേണ്ടത്, നമ്മളെ കൂടെയുള്ള മനുഷ്യൻ്റെ കാര്യത്തിൽ അല്ലേ? അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിന് ഉണ്ടാകുന്ന ഒരു അർത്ഥമുണ്ട്, ഒരു മീനിങ്. ആ മീനിങ് ഭയങ്കര രസമാണ്, അത് ആസ്വദിക്കുന്നുണ്ട്. അതെ. ഇന്നത്തെ കുട്ടികൾക്ക് സാർ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഒരു മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 500 രൂപയുടെ നോട്ടും കൊണ്ടുവന്ന എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇതാർക്കാണ് വേണ്ടത്? അപ്പോൾ കുട്ടികളെല്ലാവരും എന്താ പറയുക? എനിക്ക് വേണം എന്ന് പറയൂലേ? എല്ലാവരും പറഞ്ഞു, കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പം മാഷ് ആ നോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുളിഞ്ഞു കളഞ്ഞു, ആകെ ചുളിഞ്ഞു പോയി. ഇങ്ങനെ പിടിച്ചപ്പോഴേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ മാഷ് അതിങ്ങനെ ചുളിഞ്ഞു പോയ നോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പം അതാർക്കാണ് വേണ്ടത് ചോദിച്ചു. ചുളിഞ്ഞു പോയില്ലേ, ഇപ്പം അതാർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു വേണം. അപ്പം മാഷ് അതിങ്ങനെ താഴെ ഇട്ടിട്ട് അതിൽ മണ്ണൊക്കെ ആയി, ചെളിയൊക്കെ ആയി. ചെളിയായ പൊടിയായ ചുളിഞ്ഞു പോയ നോട്ട് കാണിച്ചിട്ട് മാഷ് ചോദിച്ചു, ഇപ്പം അതാർക്കാണ് വേണ്ടത്? അപ്പോഴും കുട്ടികൾ എന്താ പറയുക? വേണമെന്ന്. അപ്പം മാഷ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചുളിഞ്ഞു പോയ ചെളിയായ നോട്ടും വേണമെന്ന് പറയുന്നത്? കുട്ടികൾ പറഞ്ഞു, അതിൻ്റെ വാല്യൂ പോയിട്ടില്ലല്ലോ അല്ലേ, വില പോയിട്ടില്ലല്ലോ. അപ്പം മാഷ് പറഞ്ഞു, ഇതേപോലെയാണ് നമ്മുടെ ലൈഫ്. ചിലപ്പോൾ അതിലെന്താവും, ചെളിയും പൊടിയൊക്കെ ആവും, വിഷമങ്ങളുണ്ടാവും, വലിയ നിരാശകളുണ്ടാവും, തോൽവികളുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ലൈഫിനൊരു വാല്യൂ ഉണ്ട് അല്ലേ? ചെളിയായാലും പൊടിയായാലും ആ നോട്ടിന് ഒരു വാല്യൂ ഉള്ളതുപോലെ ലൈഫിനും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതാണ് കുട്ടികളോട് പറയാനുള്ളത്. നമ്മുടെ ഇമോഷണൽ വെൽനെസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു മനസ്സമാധാനം, അതിന് വലിയ വാല്യൂ കൊടുക്കണം. ആ മനസ്സമാധാനം തകർക്കുന്ന ഒന്നിൽക്കും പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധയാണ് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്നേഹം. ഞാൻ എന്നോട് കാണിക്കേണ്ട ഏറ്റവും വലിയ സ്നേഹം എന്താണ്? എൻ്റെ സമാധാനം കളയുന്ന ഒന്നിലേക്കും ഞാൻ പോകരുത്.
ശരിയല്ലേ? ഒരു നല്ലൊരു മനുഷ്യനാവാൻ എന്തെല്ലാം മൂല്യങ്ങൾ ആവശ്യമാണ്? കടമ്മനിട്ട എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു നമുക്ക്. കടമ്മനിട്ട അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, അത് ഭയങ്കര വരിയാ. ആകെ 2 വരിയുള്ളൂ. ഇതാണ്: നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എന്താ? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, അല്ലേ? ഇപ്പം നമ്മളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ബസ്സിൽ ഡ്രൈവറില്ലേ, അദ്ദേഹം ഒരു ദിവസം എണീക്കാൻ വൈകിയാൽ എത്ര കുട്ടികളാണ് സ്കൂളിലേക്ക് വൈകുക? അപ്പം അദ്ദേഹം കൃത്യമായി എണീറ്റ് ബസ്സിൽ കൃത്യസമയത്ത് എത്തുന്നതുകൊണ്ടല്ലേ അത്രയേറെ കുട്ടികൾ ഇവിടെ എത്തുന്നത്. അപ്പം നമ്മളായി തീരുന്നതിന് കുറേ ആളുകളുടെ സഹായമുണ്ട്, അല്ലേ? ആ ഓരോ ആളോടുമുള്ള നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഫോണ് കണ്ടുപിടിച്ചതാരാ? ഓർമ്മയുണ്ടോ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്നാണ് അദ്ദേഹം ഫോണ് കണ്ടുപിടിക്കുമ്പോൾ, പിന്നെ ഫോണ് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ഫോണിൽ. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. പിന്നെ പെങ്ങൾക്ക് സംസാരിക്കാനും കഴിയില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സാധനം കണ്ടുപിടിച്ചത്? നമുക്ക് വേണ്ടി, അല്ലേ? അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയില്ല, മീൻസ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്, അല്ലേ? നമ്മളെ കൊണ്ടുപോയ എത്രയോ ടാക്സി ഡ്രൈവർമാരുണ്ട്, നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്രയോ മനുഷ്യന്മാരുണ്ട്, നമുക്ക് വേണ്ടി ഭക്ഷണം തുറന്നു വെച്ച എത്രയോ ഹോട്ടലുകാരുണ്ട്, അല്ലേ? കുറേ ആൾക്കാരെ സഹായിച്ചിട്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഓരോ ആളോടുള്ള നന്ദിയാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഓരോ മനുഷ്യനോടും കാണിക്കേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നല്ല മെസ്സേജുകൾ തന്നതിന് നന്ദി. ഇനി ഒരു അടുത്ത അതിഥി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.